അമ്മ ഇന്ന് ചായയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ചുണ്ടറിയാണ് ചുണ്ടറി. ശോഭി ശോഭി ഒന്ന് തിരിഞ്ഞു നോക്ക് ശോഭി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്ഥലമാണെന്നറിയോ ഗൈസ്? എൻ്റെ വീടായ മൈനാഗപ്പള്ളിയിലാണ്. എൻ്റെ വീട് മൈനാഗപ്പള്ളിയിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല വയലൊക്കെ ഉള്ള ഏരിയ ആണെന്ന്. ഫസ്റ്റ് നിങ്ങൾ എൻ്റെ ഭൂപ്രകൃതിയൊക്കെ നിങ്ങൾ വിശദമായിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അന്നേരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടിലം വീഡിയോ ആണ് ഗൈസ്. നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാം? പൊതിച്ചോറാണ് ഗൈസ്. നമ്മുടെ നാടൻ പൊതിച്ചോറ്. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴും നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴും ജോലിക്കൊക്കെ പോകുമ്പോഴും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണ്? നല്ല വാഴയിൽ പൊതിഞ്ഞ് പൊതിച്ചോറ്. അധികം കറികളൊന്നും വേണ്ട, കൊച്ചു കറികളാണെങ്കിലും പൊതിച്ചോറ് തിന്നുമ്പം കിട്ടുന്നൊരു ടേസ്റ്റ് നമുക്ക് വേറെ ഒന്നും കഴിച്ചാലും കിട്ടത്തില്ല. ഇനി എത്രയൊക്കെ പാത്രങ്ങളൊക്കെ ഇറങ്ങിയാലും പൊതിച്ചോറാണ് ബെറ്റർ. കാരണം ഇന്ന് പ്ലാസ്റ്റിക് എല്ലാം നിരോധിച്ചു. നാടൻ രീതിയിൽ നല്ല പേപ്പറിനകത്തും വാഴയിലക്കകത്തും നമ്മുടെ പ്രകൃതിക്കും ദോഷം ചെയ്യത്തില്ല, നമുക്കും ദോഷം ചെയ്യത്തില്ല. അന്നേരം അങ്ങനെയുള്ള അടിപൊളി ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ്. പിന്നെ നമ്മൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പോകുന്നത് എന്താണ് ഗൈസ്? പഴഞ്ചോറാണ്. പഴഞ്ചോറെന്ന് പറയുമ്പം നല്ല കാന്താരി മുളകും നല്ല സവാളയും തൈരൊക്കെ ഒഴിച്ച് കിടിലും പഴഞ്ചോറാണ് ഗൈസ് കഴിക്കുന്നത്. പണ്ടുള്ളവരെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു. കാരണം അതുകൊണ്ടാണ് അവരിപ്പോഴും ഹെൽത്തി ആയിട്ടും എനർജി ആയിട്ടും ഇരിക്കുന്നത്. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പവറായിട്ടുള്ള എനർജി നാടൻ വീഡിയോ ആവട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളന്നേരം പഴഞ്ചോറ് കഴിച്ചിട്ടുണ്ട് ഗൈസ്. പഴഞ്ചോറ് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഞെപ്പിടിപ്പുളുത്തി നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തന്നത് കാന്താരിമുളകും സവാളയും തൈരും ഒക്കെ ഒഴിച്ച് പെരട്ടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തന്നില്ലേ? അന്നേരം നിങ്ങൾക്കും രാവിലെ പഴഞ്ചോറ് കഴിച്ചില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. അന്നേരം നാളെ തൊട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് പരമാവധി പഴഞ്ചോറ് കഴിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ? പണ്ടത്തെയൊക്കെ തനിമകളും ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാടത്തം ആണ് എല്ലാവർക്കും ഇഷ്ടം. കണ്ടിട്ടില്ലേ? പണ്ടത്തെ ഡ്രസ്സായാലും ഇപ്പം ജെയിൻ്റെ പാൻ്റ് ആയാലും ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ റേറ്റ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അന്നേരം നമ്മൾ എന്താണ് ഇന്നത്തെ സബ്ജക്റ്റ്? നമ്മുടെ പൊതിച്ചോറാണ്. പൊതിച്ചോറെന്ന് പറയുമ്പം പലരുടെയും വീട്ടിൽ പല രീതിയിലായിരിക്കും. നമ്മളിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, പലരും പല പൊതിയും തുറക്കുമ്പം പല കറികളായിരിക്കും അതിൽ വരുന്നത്. അന്നേരം ഇന്നതിന് വേണ്ടിയിട്ട് ഇന്ന കറി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാവരുടെയും അകത്ത് ചമ്മന്തി എന്ന് പറയുന്ന ഒരു ഐറ്റമോ തോരനോ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കാണും. അന്നേരം നമ്മൾ ഇന്ന് തോരന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? മൈസൂർ ചീരയാണ്. കാരണം എല്ലാവർക്കും അറിയായിരിക്കും മൈസൂർ ചീര അത്യാവശ്യം എല്ലാവരുടെയും വേലി പോലുള്ളിടത്തും സൈഡ് വാളിൻ്റെ അടുത്തും ഒക്കെ കിളിച്ച് നിൽക്കുന്നൊരു സംഭവമാണ്. അത് നമ്മുടെ ചീരയെക്കാളും ഏറ്റവും ടേസ്റ്റുള്ള ഒരു സംഭവമാണ് മൈസൂർ ചീര എന്ന് പറയുന്നത്. അതിനകത്ത് കൂടുതൽ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ചേരണമെന്നില്ല. അത്യാവശ്യം തേങ്ങയും ഇച്ചിരി കുരുമുളകും അതൊക്കെ അത്യാവശ്യം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർന്നാൽ മതി. അത്ര കിടിലാണ്. നമ്മുടെ ചമ്മന്തിയുടെ കൂടെ ഒക്കെ ഞെടി കൊടുത്ത് തിന്നുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ഒരു ഹോട്ടലിൽ ചെന്നാലും നമുക്ക് കിട്ടത്തില്ല. അതൊന്നും ഹോട്ടലിൽ പോയാൽ പോലും മൈസൂർ ചീര തോരനൊന്നും നമുക്ക് കിട്ടത്തില്ല. അന്നേരം അത് നമുക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ ചീര കാണിച്ചു തരാം. അതാണ് ഇന്നത്തെ നമ്മൾ പൊതിച്ചോറിനകത്ത് തോരനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഗൈസ്. അന്നേരം നമുക്കതൊന്ന് കാണാം.
നമുക്ക് താണ്ട് ചീര കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ചീര. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കാരണം ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കണം. ഈ ചീര കൊണ്ട് നിങ്ങൾ തോരൻ വെച്ച് കഴിക്കുക. ഇതിൻ്റെ പേരാണ് മൈസൂർ ചീര എന്നാണ് ഗൈസ്. ഇതിൻ്റെ പേര് എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഈ ചീരത്തോരൻ ഞാൻ കഴിക്കുന്നതാണ്. പക്ഷേ ഇതുവരെ എനിക്ക് ഇതിൻ്റെ പേര് അറിയത്തില്ല. 24 കൊല്ലത്തിന് ശേഷമാണ് ഗൈസ്, ഇന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത് ഇതിൻ്റെ പേര് മൈസൂർ ചീര എന്നാണെന്ന്. അന്നേരം നമ്മുടെ പൊതിച്ചോറിനകത്ത് വരുന്ന ഫസ്റ്റ് സംഭവമാണ് മൈസൂർ ചീര. അന്നേരം ഇത് ഇത്രയും കൊണ്ട് മാത്രം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഇത് തോരൻ വെക്കുമ്പോൾ വാടി ഇച്ചിരി കാണത്തുള്ളൂ. അന്നേരം നമുക്ക് ഒരുപാട് വേണം. അന്നേരം നമുക്ക് ഒരുപാട് ചീരയെല്ലാം പറിച്ചു വെച്ചിട്ട് നമുക്ക് അരിഞ്ഞ് നമുക്ക് തോരനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. തോരന് വേണ്ടിയിട്ടാണോ തിരിക്കുന്നത്? മീന് വേണ്ടിയിട്ട് അമ്മയൊന്നും മിണ്ടുന്നില്ല. ഇതെന്തോ അവിയലോ? ഇവിടെ തോരന് ഇത് അവിയലുണ്ടാക്കുക. അമ്മ അവിടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ തിരിഞ്ഞിക്കൊണ്ടിരിക്കും. മീൻകറിക്ക് എന്തോ മീൻ ഇന്ന് മത്തിക്കറിയും മത്തി വറുത്തതും അവിയലും തോരന് വേണ്ടിയിട്ടുള്ള ചീര ഇവിടെ കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞിട്ട് വേണം ഈ തോരൻ വെക്കാൻ വേണ്ടി. ആ ആ പിന്നെ മീൻകറി ഇച്ചിരി ചമ്മന്തിയും കൂടി വേണം. തോരന് ഇവിടെ മെയിൻ സംഭവം തോരനാ. ഇതിന്റെ പേര് നമ്മളിപ്പോഴല്ലേ അറിയുന്നത് മൈസൂർ ചീര എന്നാണെന്ന്. ഇത്രയും നാള് പണ്ട് തൊട്ടേ ഉണ്ടാക്കുന്ന തോരന ഇപ്പഴാ നമ്മൾ അറിയുന്നതിന്റെ പേര് മൈസൂർ ചീര. പേരറിഞ്ഞൂടാ, അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. പേരറിഞ്ഞൂടാ, അതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ട്. ഇച്ചിരി കൂടെ കൊണ്ടുവന്ന് ഇട്ടോണ്ട് നമുക്കും തോരൻ വെക്കാനാ. കടയിലൊന്നും കിട്ടത്തില്ലല്ലോ നമുക്ക്. ഈ കടയിലൊന്നും ഇല്ല. ഇത് നല്ല ചീരയാ. പിന്നെ എപ്പോഴും ഇത് ഉണ്ടാവും. എപ്പോഴും ഇതേത് സമയത്തുള്ള ഒരു ചീരയാ. നമുക്ക് ഒഴിച്ചെറിയൊക്കെ ഉണ്ടാകുമ്പോ കടുവറക്കാൻ വേണ്ടിട്ട് കടുവറക്കാനൊക്കും. പിന്നെ ചീര എല്ലാ കാര്യത്തിനും, പിന്നെ കടുവറക്കാനും എല്ലാ കാര്യത്തിനും കൊള്ളാറുണ്ട്. പക്ഷെ ഇത് എല്ലാരും ഇത് തടഞ്ഞിട്ടെങ്കിൽ ആരും ചിലര് കണ്ടാ എടുക്കത്തില്ല. ആർക്കും അറിയത്തില്ല ചീരയാണോ ഇതിന്റെ പേരെന്തുവാന്നോ ആർക്കും വേണ്ട. ഇത് തിന്നിട്ടുള്ള ആളുകള് അവിടെ വരുമ്പോഴേ വീട്ടിന്റെ അപ്പുറത്ത് കാവി വരുമ്പോ അവര് ഒരുപിടി ഉപ്പ് ചീരയായിട്ടാ പോകുന്നത്. ഉപയോഗിച്ചവർക്ക് ഒരിക്കലും തഴയത്തില്ല. പിന്നെ വേറൊരാളുണ്ട്, ഈ കോഴിക്ക് വെട്ടിക്കൊണ്ട് പോയി അവരോട് കോഴി തിന്നുവോ ചീര? കോഴി തിന്നു, അരിഞ്ഞിട്ട് കൊടുക്കൂടി. അങ്ങനെ ആയപ്പോ ഞാൻ പറഞ്ഞു ഇത് മനുഷ്യന് വല്ലപ്പോഴും ഒക്കെ എടുക്കാവല്ലേ, മണ്ട എന്നും അങ്ങ് വെട്ടിക്കൊണ്ട് പോകും. കോഴിക്ക് നല്ലതായിരിക്കും ശരീരത്തിനൊക്കെ, വിറ്റാമിനുള്ള. മനുഷ്യനും നല്ലതാ, വിറ്റാമിൻ ഉള്ള അല്ലയോ. കോഴി ഇറച്ചി തിന്നുന്നേക്കാളും നല്ലത് ഈ തോരൻ തിന്നല്ലയോ, അതാ നല്ലത്. നമ്മള് പിന്നെ പള്ളി പറഞ്ഞോണ്ട് ആ മണ്ട വെട്ടിക്കൊണ്ട് പോകത്തില്ല. നമുക്ക് വല്ലപ്പോഴും അല്ലെ ആർക്കെങ്കിലും എടുക്കാവല്ലോ, അതാ അല്ലയോ. ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് ഈ ചീരയുടെ തൈ. അങ്ങനെ ഞാൻ രാവിലെ ഇതിന്റെ പേര് മൈസൂർ ചീരയാന്ന് അറിയുന്നേ. ഇവിടെ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇച്ചിരിയേ ഉള്ളു. കാരണം നമ്മൾ പണ്ടേ ഉപയോഗിക്കത്തുള്ളായിരുന്നു. ഇപ്പൊ ആരും തോരനൊന്നും വെക്കത്തില്ല. മീൻ കറിയെക്കാട്ടി നല്ല ഒരു കറിയും വേണ്ട, ഇത് തോരൻ വെച്ച് ചോറിനകത്തിട്ട് പരത്തി തിന്ന് നോക്കണം, എന്നിട്ടേ അറിയത്തുള്ളൂ. എന്തായാലും നമുക്ക് മീൻകറിയും തോരനും എല്ലാം വെച്ചിട്ട് നമുക്ക് കാണാം. അത് തന്നെ.
അരച്ച് വെച്ചിട്ട് നമുക്ക് കാണിക്കാം. മീൻകറി എങ്ങനെയാ? മീൻകറി മാങ്ങയൊക്കെ ഇട്ട്, അത് മാങ്ങ ഇരിപ്പുണ്ടല്ലോ, മാങ്ങ ഉണ്ട്, വേറെ ഉണ്ട്. മാങ്ങയൊക്കെ ഇട്ടേ മുളക് അതോ തേങ്ങാക്കറി തേങ്ങ തന്നെ? തേങ്ങാക്കറിയോ എന്തെങ്കിലും. അതാ ഒരു മാങ്ങ ഇട്ട് മീൻകറി, മീൻ വറുത്തതും കൂടെ വെക്കാൻ പോയി. പിന്നെ തോരൻ, ചമ്മന്തി, വേണമെങ്കിൽ ഒരു മുട്ട പൊരിച്ചതും കൂടെ വെക്കാൻ പറ്റും. പൊതിച്ചോറിനകത്ത് എല്ലാവരും ഇത്രയൊന്നും വെക്കത്തില്ല, എന്നാലും നമുക്ക് പലർക്കും പല രീതിയിലല്ലേ പൊതിച്ചോറ് വരുന്നത്. ഓരോരുത്തരുടെ വീട്ടിലും ഉണ്ടാവുന്ന വിഭവങ്ങളായിരിക്കും അവരുടെ പൊതിച്ചോറ് വരുന്നത്. നമ്മുടെ അതിനകത്ത് ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും, ഇല്ലയോ? അമ്മാവ ഒറ്റയ്ക്ക് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അമ്മ വെറുതെ തേങ്ങ തിരിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കണ്ടോ. അമ്മ എന്തെങ്കിലും ഒന്ന് പറ. അമ്മയെ ശോഭി എന്ന് വിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇടുന്നതായിരിക്കും. ശോഭി തേങ്ങ തിരുങ്ങുക. എന്തോ എന്തിനു വേണ്ടിട്ടോ തേങ്ങ തിരിയുന്നത്? മീൻകറിക്ക്. മീൻകറി തേങ്ങാക്കറിയാണോ? മാങ്ങ ഇട്ട് കറി വെക്കാനാണോ? പൊതിച്ചോറ് ഉണ്ടാക്കുക. അമ്മ പണ്ട് എനിക്ക് തട്ടത്തിലായിരുന്നു തരുന്നത്, പൊതിച്ചോറിനകത്തൊന്നും തരത്തില്ലായിരുന്നു. അമ്മയ്ക്ക് ഒരു ഉള്ളിക്കറിയും ഉണ്ട്, ചോറും ഉണ്ട്, ചമ്മന്തിയും ഉണ്ട്. എന്നും ഉള്ളിക്കറിയും ചമ്മന്തിയും ചോറും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് ഉള്ളിയൊക്കെ ഭയങ്കര, ഉള്ളി മാത്രം പറക്കി തിന്നും. ഞാൻ അവരുടെ കറി മേടിച്ചിട്ടുണ്ട്. അന്നേരം നമുക്കിനി മീൻകറിക്കുള്ള എല്ലാം അരച്ച് റെഡിയാക്കി വെക്കാം. റെഡിയായോ? റെഡിയായി. എന്തൊക്കെ കറിയൊക്കെ വെച്ച്? പിന്നെ മീൻകറി, മീൻ വറുത്തത്, അവിയല്, തോരന്, പിന്നെ മീൻ വറുത്തത്, മീൻകറി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പൊതിച്ചോറിനകത്ത് കൊണ്ടുവരുന്നത്. മുട്ട പൊരിച്ചത്, മീൻ വറുത്തത്, അവിയല്, മാങ്ങയിട്ട മീൻകറി, അതേപോലെ തന്നെ ഉപ്പിലിട്ട നെല്ലിക്കയുണ്ട്. പിന്നെ ഇതെന്തായിരുന്നു? മൈസൂർ ചീര. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്ന് പൊതിച്ചോറിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. അന്നേരം നമുക്കത് പൊതിയാം. അന്നേരം നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അനിയൻ തളർന്ന് ഇന്ന വീഡിയോ എടുത്തത്, അതുകൊണ്ട് ചോറ് വിളമ്പിയ ഭാഗം ഇതിനകത്ത് വന്നില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ചരിച്ച് വെക്കാം മാമ, എന്നാലേ നമുക്ക് പൊതിയാനായിട്ടുള്ള ഒരു പൊസിഷൻ. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അന്നേരം അമ്മാമ്മ ഇങ്ങോട്ട് ഇരുന്നോണ്ട് ഓരോ കറിയും ഇതിനകത്തോട്ട് വിളമ്പണം. ഞാൻ അന്നേരം വീഡിയോ എടുക്കാം കേട്ടോ. അത് നമുക്ക് ഓരോന്നായിട്ട് വിളമ്പാം. ആദ്യം നമുക്ക് മീൻകറി വിളമ്പാം. സൈഡിലോട്ട് അല്ലേ, ഇതിന്റെ സൈഡിലോട്ട് ചോറിന്റെ ചേർത്തങ്ങ് വെക്ക്, ഒഴിക്കട്ടെ. പൊതിയാനല്ലേ, നമ്മളല്ല സദ്യ പോലെ വിളമ്പി കഴിക്കുമല്ലോ. അന്നേരം അത് വെച്ചിട്ട് ഇനി നമ്മൾ അടുത്ത് വെക്കാൻ പോകുന്നത് അവിയലാണ്. അന്നേരം അത് സൈഡിലോട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ചീരത്തോരൻ, ഞാൻ രാവിലെ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക്, ആ ചീരത്തോരനാണിത്. അത് സൈഡിലോട്ട് വെക്കുക. ഇനി നമുക്ക് മെയിനായിട്ട് വെക്കേണ്ടതെന്നറിയോ? മീൻ വറുത്തത്, അതിപ്പുറത്തെ സൈഡിൽ വെച്ച്. ഇനി എന്നിട്ട് മീൻ മുട്ട പൊരിച്ചത് ഇച്ചിരി സൈഡിൽ അവിടെ വെച്ച്. ഇനി നമുക്ക് നടുക്ക് വെക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ഉപ്പിലിട്ട മീൻ സംഭവം അവിടെ ഇരിപ്പുണ്ട്. ഒരു നെല്ലിക്ക നടുക്ക് വെക്കാം. ഒരെണ്ണം മതി. നടുക്കോട്ടങ്ങ് വെച്ചേ.
അന്നേരം നമ്മുടെ ഇന്നത്തെ ഊണ് സെറ്റ് ആയിട്ടുണ്ട്. അന്നേരം ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഊണി വരുന്നത്. അന്നേരം നമുക്കിത് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം, ഇല്ലയോ? അത് തന്നെ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. എന്നിട്ട് അതിൽ ഉരുള അമ്മയ്ക്കും കൊടുക്കാം. അന്നേരം നമുക്ക് പൊതിയാം. നമ്മുടെ പൊതിച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. അന്നേരം ഇത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മമ്മയും കഴിക്കുന്നതായിരിക്കും. അതിനകത്ത് ഒരു ഉരുള അമ്മയ്ക്കും കൂടെ കൊടുക്കുന്നതായിരിക്കും. അന്നേരം നമുക്കിത് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് എണ്ണയൊക്കെ ഇറങ്ങി നല്ല മണമൊക്കെ സെറ്റായിരിക്കുന്നതായിരിക്കും. അതുവരെ നമ്മുടെ വീടും പരിസരവും ഒന്ന് കാണാം ഗൈസ്. ചോറ് മീനൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഗൈസ്. നല്ല മണം വരുന്ന കണ്ടില്ലേ നമ്മുടെ വാഴയിലേക്കകത്തല്ലേ എണ്ണയുടെ മണം. എത്ര നാൾക്ക് ശേഷം അമ്മ വാഴയിലേക്കകത്ത് ചോറ് എത്ര നാൾക്ക് ശേഷം അല്ല ഇങ്ങനെ പൊതിച്ചോറ് തിന്നിട്ട് പണ്ട് ജോലിക്ക് പോകുമ്പോ പൊതിച്ചോറ് കൊണ്ടുപോകാൻ. അന്നേരം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പൊതിച്ചോറ് കഴിക്കുന്നത്. ഇവിടെ എല്ലാരും അമലൊക്കെ പണ്ട് എന്റെ അനിയനൊക്കെ പണ്ട് ഞാൻ ചോറൊക്കെ തട്ടത്തിൽ കൊണ്ടുവരുമ്പോ ഹർത്താലാണെങ്കിൽ ചോറ് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അന്നേരം അവൻ നിൽക്കും വളിച്ചതായാലും എനിക്ക് തട്ടത്തിൽ ചോറ് മതി എന്നും പറഞ്ഞ് അവൻ നിന്ന് അതേ കഴിക്കത്തുള്ളൂ. അന്നേരം ഇതിന്റെ ടേസ്റ്റ് അതിനേക്കാളും വേറെ അല്ലേ. അന്നേരം നല്ല മണം വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ ആ മണം വരത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ആ മണം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ വാഴയിലക്കകത്ത് ഇതേപോലെ ചോറ് കഴിക്കണം. നമ്മൾ പുറത്തു പോവുകയാണെങ്കിലും പരമാവധി നിങ്ങൾ പ്ലാസ്റ്റിക് തട്ടത്തിലും കവറിലും കൊണ്ടുവന്ന് ഇതേപോലെ നാടൻ വാഴയിലേക്കകത്ത് കൊണ്ടുവന്ന് നിങ്ങൾ ശ്രമിക്കുക. കാരണം അതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. കാരണം പ്ലാസ്റ്റിക് നിരോധിച്ചു ഗൈസ്. ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ അംശമില്ല. വെറും കത്തിച്ചു കളഞ്ഞ പ്രകൃതിക്ക് ദോഷമില്ലാത്ത പേപ്പറും നാടൻ വാഴയിലയാണ് ഗൈസ്. അന്നേരം നമുക്ക് ഇതൊന്ന് കഴിക്കാം. രണ്ട് ഉപ്പിലിട്ട നെല്ലിക്ക. അന്നേരം അമ്മാവ കഴിക്കും. ഇനി അമ്മയ്ക്ക് ഇച്ചിരി പെരട്ടി
കൊടുക്കണം. ഇതാണ് മൈസൂർ ചീര. ചീരയും എല്ലാം കൂടെ വരട്ടെ. എല്ലാം കൂടെ നമുക്ക് അവിയലും എല്ലാം കൂടെ ഇട്ടൊന്ന് പെരട്ടാം. ഇങ്ങനെ പെരട്ടണം. ഇങ്ങനെ പണ്ടുള്ള അമ്മാമ്മമാരൊക്കെ പെരട്ടുന്ന കാണുമ്പോൾ കൊതി വരാറുണ്ട്. ഇങ്ങനെ പെരട്ടി കഴിച്ചാലേ നമ്മുടെ ശരീരത്തിൽ നിന്ന് ദഹിച്ചു പിടിക്കും. ഞാൻ വാരി മിഴുങ്ങും, അതുകൊണ്ട് എന്റെ ശരീരത്ത് പിടിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കുക. അമ്മ ദൂരെ മാറിയിരിക്കുക. ആദ്യം വന്നിട്ട് പറയുന്ന ഞാൻ പിന്നെ തിന്നോളാം, എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ആർമാദിച്ച് കഴിക്കണം, ഇതിനകത്തൊന്നും ഒരാളെ കഴിച്ചാലൊന്നും ആവത്തില്ലെന്നാണ്. കണ്ടേ നമ്മുടെ കുഞ്ഞ് മീൻ അമ്മ കൊണ്ട് വരട്ടി വർഷങ്ങൾക്ക് ശേഷം വായിൽ വെച്ച് എടുത്ത് ചോറ് കവിഞ്ഞ് ചോറ് പുറത്തു പോയി. എങ്ങനെയുണ്ടമ്മേ? ഇനി വേണോ അത്? എന്നിട്ട് നമുക്ക് ഇച്ചിരി മുട്ട പൊരിച്ചത് കണ്ടില്ലേ, വലിയ മുട്ടയാ. അമ്മയ്ക്ക് ഇനി മുട്ടയില്ല, ചോറ് വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഇല്ല കൊച്ചു പിള്ളേർക്ക് ചോറ് കൊടുക്കുമ്പോ എനിക്ക് വേണ്ട എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി അമ്മയുടെ അവസ്ഥ. ഈ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നോക്കിക്കോണേ, ഒരു വലിയ പ്ലേറ്റ് ചോറായിരിക്കും കഴിക്കാൻ പോകുന്നത്. മുട്ടയിട്ട് വരട്ടിയില്ലല്ലേ? അതെ, അതുകൊണ്ടാ നമുക്ക് കഴിക്കാൻ. നിനക്കോ? അയ്യോ അവര് കൊടുത്തില്ല. എന്നിട്ട് ഞങ്ങള് എങ്ങനെ ഉണ്ടെന്ന് പറയാതെ ഇന്നോണ്ടിരിക്കുവാന്നോ? കഴിച്ചു കഴിയുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവും. കാരണം ഇതിന്റെ ടേസ്റ്റ് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും. തീരാറായി. ഇപ്പൊ ഞാൻ എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങക്ക് കഴിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവും അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആണ്. അന്നേരം നിങ്ങളും പൊതിച്ചോറുണ്ടാക്കി കഴിക്കണം. ഇത് കാണുമ്പോ തന്നെ അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. തിന്ന് ആ ടേസ്റ്റ് പോലും പറയാൻ മറന്നു പോയി. അപ്പൊ ഞങ്ങള് കഴിച്ചിട്ട് വരാം. എൻ്റെ ഇന്നത്തെ പൊതിച്ചോറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അന്നേരം ഇതേപോലുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം ഇന്നത്തെ വീഡിയോ ഞാൻ വീട്ടിലേക്ക് വന്നപ്പം എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അന്നേരം ഒരു പൊതിച്ചോറ് നമുക്ക് ചെയ്യാമെന്ന്. കാരണം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പം കഴിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അമ്മാമ്മയൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് ഗൈസ് പൊതിച്ചോറ് തന്നെ കഴിക്കുന്നത്. അന്നേരം അവരൊക്കെ വിശന്നിരുന്ന ഇതാണ്, അവർ ഫുഡ് കഴിക്കാൻ പോയി. അന്നേരം വൈൻഡപ്പ് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. അന്നേരം ഇതേപോലുള്ള കിടിലം വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുത്തോളൂ. അന്നേരം കിടിലം വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ മച്ചവരെ.